നിനക്ക് എന്താ തോന്നുന്നത് ടൈറ്റിലൊക്കെ കേട്ടിട്ട് നീ ടീച്ചറൊക്കെ കണ്ടല്ലോ നീ പറ രണ്ടു വാക്ക്. ഞാനോ നിങ്ങളല്ലേ അല്ല നീ പറ ടീച്ചർ കണ്ടിട്ട് എന്താ തോന്നിയത്? എനിക്കൊന്നും തോന്നിയില്ല. ഏറ്റവും കൂടുതൽ ചളി പറയുന്ന അമ്മീനാണോ? ചളി എന്ന് പറഞ്ഞേ ഒരു പ്രേതത്തിനെ പ്രേമിക്കാൻ അവസരം കിട്ടിയാൽ ആരെങ്കിലും കൊന്നിട്ടൊക്കെ പറയണേ. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു പ്രേതം എങ്ങനെയായിരിക്കും? ഒരു സുന്ദരിയായിരിക്കണം, 2-3 ക്യാരക്ടറിസ്റ്റിക്സ്. മസ്താനിയെ പോലെ ഇരിക്കണം. അത്ര മോശമാണോ? ആദ്യ ഗേൾഫ്രണ്ടാ? അതിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. സിനിമയിലാണെങ്കിൽ സാഗറിന്റെ. അപ്പൊ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എന്റെ കൂടെ പ്രകമ്പനം ടീമാണ് ജോയിൻ ചെയ്യുന്നത്. വെൽക്കം. ഹലോ ഹലോ. ഈ പ്രകമ്പനം എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സൗണ്ട് അത് റിലേറ്റഡ് ആണല്ലോ. തിയേറ്ററിൽ എങ്ങനെയായിരിക്കും ഈ ഒരു മൂവി? ആൾക്കാർ നിങ്ങൾ ഹൊററാണ് അപ്പൊ പേടിച്ചിട്ട് പ്രകമ്പനം കൊള്ളുന്നതാണോ? സൗണ്ടിന്റെ ഒരു കളി തന്നെയായിരിക്കും ഒരു മെയിൻ സംഭവം. രസമായിരിക്കൂടാ. നിനക്ക് എന്താ തോന്നുന്നത് ടൈറ്റിലൊക്കെ കേട്ടിട്ട് നീ ടീച്ചറൊക്കെ കണ്ടല്ലോ നീ പറ രണ്ടു വാക്ക്. ഞാനോ നിങ്ങളല്ലേ അല്ല നീ പറ ടീച്ചർ കണ്ടിട്ട് എന്താ തോന്നിയത്? എനിക്കൊരു എനിക്കൊന്നും തോന്നിയില്ല. തോന്നൊക്കെ പറയാൻ പാടില്ലല്ലോ. അടികപ്പിയ റൊമാൻസും ആ ഒരു ഹൊറർ കോമഡി ഒരു എന്റർടൈൻമെന്റ് ഫുൾ പാക്ഡ് വൈബാണ് ഫീൽ ചെയ്തത് മൊത്തത്തില്. കൂട്ടത്തിലേക്ക് ഒരു പടം കൂടി വരട്ടെ. ആ കൂട്ടത്തിലേക്ക് ഒരു പടം കൂടി എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാള സിനിമക്ക് ഒരു പ്രേതം അല്ല മൊത്തത്തിലൊരു പ്രേതമായ എങ്ങനെ ഇതെന്ത് ശരിക്കും ഇതില് പ്രേതം ഉണ്ടോ? പ്രേതമുണ്ടോ ഇല്ലയോന്ന് അതാ പടം കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അത് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഹ്യൂമറാണ് പരിപാടി. ഇതേപോലെ എന്താ പറയണ്ടേ, ഒരു കൂട്ടം ചെറുപ്പക്കാർ ഹോസ്റ്റലിൽ നിന്നുള്ള കഥ തന്നെയാണ്. പക്ഷെ അതിനുള്ള ഈ പടം അതിന്റെ അപ്രോച്ചും പരിപാടിയും ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിനെ ഇവര് നേരിടുന്ന പരിപാടിയൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതാണ് ഇത് ലൈക്ക് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് പ്രകമ്പനം. അതുകൊണ്ടാണ് പ്രകമ്പനം. എന്താണ് ഇതില് ആദ്യ ഗേൾഫ്രണ്ടാ? അതിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. സീസണൽ സിനിമയിലാണെങ്കിൽ സാഗറിന്റെ. അപ്പൊ എടുത്ത് ചോദിച്ചില്ല. ഇതില് സാഗറിന്റെ പേരായിട്ട് ചെയ്യണ വേദിക എന്നുണ്ട് ഒരു ക്യാരക്ടർ. എങ്ങനെയുണ്ട് ഇവരുടെ കൂടെ ആ ഒരു വൈബ്? എങ്ങനെയുണ്ടായിരുന്നു? ഇതൊക്കെ നല്ല രസം. ഫുൾ ടൈം ഈ ഒരു കോമഡി വൈബായിരുന്നോ? അതെ, കോമഡി കരയും. ഞാൻ ഇതുവരെ കരഞ്ഞിട്ടൊന്നുമില്ലേ? ഇല്ല, ഏറ്റവും കൂടുതൽ ചളി പറയുന്ന അമ്മീനാണോ? ചളി എന്ന് പറഞ്ഞേ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ടെമ്പർ ആവല്ലേ? ഇല്ല, ഏറ്റവും കൂടുതൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ തന്നെ ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പടം ചളി പറയാറുണ്ട്. രസമായിരുന്നു, ഫണ്ണായിരുന്നു. ഇപ്പൊ മൊത്തത്തില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൺ കൈൻഡ് ഓഫ് വൈബ് ആണല്ലോ. അപ്പൊ ഹോസ്റ്റലിൽ പോകുന്ന ഹോസ്റ്റലിലൊരു പ്രേതമയം അതാണ് കൂടുതൽ. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ലൈക്ക് ഹോസ്റ്റലിൽ അവിടെ പിന്നെ ഇറങ്ങി പിന്നെ ഹോസ്റ്റലിൽ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ഹോസ്റ്റലിന് പുറത്ത് ആണ് കൂടുതൽ ഈ പടം നടക്കുന്നത്. അതിന്റെ ഒരു സെറ്റിംഗ് ഹോസ്റ്റലാണെന്നേ ഉള്ളൂ. ഇവർ കണ്ടുമുട്ടുന്ന സ്ഥലവും ഇവര് കിടന്നുറങ്ങുന്ന സ്ഥലമൊക്കെ അതാണ്. അപ്പൊ ആ ഒരു സെറ്റിംഗ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പുറത്താണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയുടെ പരിപാടികൾ നടക്കുന്നത്. ഇപ്പൊ നോർമലി നമ്മളിപ്പോ നീലി വന്നോ ഡെലുലു വന്നോ, അപ്പൊ അതേപോലെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് വൈബ് ഉള്ള ആരെങ്കിലും ഉണ്ടാവും? ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവും, ഉറപ്പായിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ആണോ? അല്ല, എന്നാലും പൊതുവെ ഭയങ്കര വെറൈറ്റി പ്രേതങ്ങളാണ്. എന്നാലും എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രേതത്തിനെ മാറ്റി നിർത്തുന്ന ഒരു ഫാക്ടർ?
ഹോസ്റ്റൽ പരിപാടീസ് ഉണ്ടല്ലോ. റിയൽ ലൈഫിൽ അങ്ങനെ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള ആൾക്കാരാണോ? ഞാൻ നിന്നിട്ടില്ല. ഞാൻ ഒരു 3 വർഷം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം എന്തൊക്കെ കുരുത്തക്കേടുകൾ ചെയ്തിട്ടുണ്ട്? അത്യാവശ്യം കാണിച്ചിട്ടുണ്ട്. പുറത്ത് പറയാൻ ജീവിച്ചിരിക്കുന്ന ഭാഗ്യം. ജീവൻ കിട്ടിയത് ഭാഗ്യം. അല്ല, നമ്മള് പുറത്തൊക്കെ കോയമ്പത്തൂരൊക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി രസമായിരിക്കും. നാട്ടിൽ പഠിക്കുന്ന പോലെ ഫുൾ ടൈം വേറൊരു സ്ഥലത്ത് പല തരത്തിലുള്ള പിള്ളേരുകൾ. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ. ഈ ഹോസ്റ്റലിൽ ഇങ്ങനെ ഓജോ ബോർഡ് കളിക്കുക അങ്ങനത്തെ ടൈപ്പ് ഓഫ് പരിപാടീസ് ഒന്നുമില്ല. ഹോസ്റ്റലിൽ അല്ല, റിയൽ ലൈഫില്. റിയൽ ലൈഫ് ശേഷം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കളിക്കണം എന്നൊക്കെ. അല്ലാതെ ഈ ഓജോ ബോർഡൊക്കെ കളിച്ച് അങ്ങനെ പ്രേതത്തിന്റെ വൈബ് എപ്പോഴെങ്കിലും ലൈഫിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ചെറിയ നെഗറ്റീവ് വൈബ് ഒക്കെ നമുക്ക് ഷൂട്ടിംഗ് സമയത്തൊക്കെ ഓരോരുത്തരുടെ ചിലവര് പറയുന്നത് കേൾക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയണ്ട അങ്ങനത്തെ ചെറിയ ചെറിയ അനുഭവങ്ങളല്ലാതെ ഒരു സാധനത്തിനെ നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. അല്ലാതെ ഈ പേടി തന്നെയാണല്ലോ ഈ ഫീലിംഗ്. അങ്ങനെ പല സ്ഥലത്ത് പേടിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ? അല്ല, ഞാൻ അങ്ങോട്ടല്ലേ പ്രേതത്തിന് കണ്ടു. മറ്റേ സ്ലീപ്പ് പാരാലിസിസ് അതെനിക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എണീക്കാൻ തോന്നും, പക്ഷെ നമുക്ക് എണീക്കാൻ പറ്റില്ല. ഒരു രൂപവും നമ്മളിങ്ങനെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കുറെ വട്ടം ഉണ്ടായി. എനിക്ക് ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായിട്ടില്ല. വല്ലാത്ത സംഭവം. കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ അല്ല, നമ്മളെ കെട്ടിപ്പിടിച്ചോളൂ, നമ്മളൊന്നും ചെയ്യണ്ട. ഇല്ല, വന്നിട്ടില്ല. സർവമായ കണ്ടപ്പോ എനിക്ക് തോന്നി അതെ. അങ്ങനെ ഈ ഇതുപോലെ ഇപ്പം ഹൊറർ മൂവീസിൽ ഇങ്ങനെ കുറെ ഡിഫറെന്റ് പ്രേതങ്ങളാണല്ലോ വരുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ സർവമായ കണ്ടപ്പോ അങ്ങനെ തോന്നിയിരുന്നു. ഇപ്പൊ റിയൽ ലൈഫിൽ ഒരു പ്രേതം വരുവാണെങ്കിൽ എന്തായിരിക്കും ചെയ്യിക്കുന്നത്? എന്തായിരിക്കും ചെയ്യുന്നോ? പ്രേതം ചെയ്തോളൂല്ലോ. അങ്ങനെയല്ല, ഇപ്പം ഡെലുലുവിനെ പോലത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമയിലെ പോലത്തെ ഒരു പ്രേതം. അത് ഇതിപ്പോ എന്താ പറയാ, അതന്നത്തെ സന്ദർഭം എന്താണെന്നനുസരിച്ച് അതിനെ നേരിടാൻ ശക്തിയുള്ളതാണോ ശക്തി കുറഞ്ഞതാണോ. നീ എന്ത് ചെയ്യും? മാറി തീരുമാനിക്കണം. ഇതിലിപ്പോ സോങ്സ് ഒക്കെ നോക്കുമ്പോഴേക്കും തള്ള വൈബ് സോങ് ഇപ്പൊ അത്യാവശ്യം ട്രെൻഡിങ്ങിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അങ്ങോട്ട് ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോഴേക്കും കൂടുതലും നമ്മൾ സ്റ്റോറി ഇടുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പാട്ടായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു വൈബ് വരാനുള്ള റീസൺ സെറ്റിൽ ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? റിയൽ തള്ള വൈബ് ശീതളിനെ കുറിച്ചല്ലേ വേർഡ്? എന്താ അങ്ങനെ തോന്നാനുള്ള റീസൺ? ശീതളിന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഒരു എലമെന്റ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അല്ല, അവളുടെ ഒക്കെ ഒരു തള്ള വൈബ് ഉണ്ട്. അത് അല്ല, ശരിക്കും എന്ത് തള്ള വൈബ്? നിങ്ങളുടെ ഒരു അഭിപ്രായം? എനിക്കറിയില്ല, ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല. തള്ള വൈബ് എന്ന് പറയുമ്പോ തന്ത വൈബ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ട് തള്ള വൈബ് എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. തന്ത വൈബ് തള്ള വൈബ് എന്ന് പറഞ്ഞാൽ തന്ത വൈബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ 90s കിഡ് വീണ്ടും ഔട്ട്ഡേറ്റഡ് ആയി തന്ത വൈബിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നില്ലേ. അതേപോലെ ഫീമെയിലുകൾക്ക് തള്ള വൈബ് എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. ഈ തള്ള വൈബ് എന്നൊക്കെ പറയുമ്പോ എന്താ പേഴ്സണലി തോന്നാറ്? ഇത് വിട്ടില്ലേ എന്തോ അപ്രിസിയേഷൻ ഇത്ര നേരം. അല്ല, എനിക്കറിയാതെ അപ്രിസിയേഷൻ അല്ലാന്ന്. അല്ല, എന്നോട് ആരെങ്കിലും തള്ള വൈബ് എന്ന് പറഞ്ഞിട്ടില്ലല്ലേ? ലക്കി. ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞു റാപ്പിഡ് ഫയർ സെഗ്മെന്റ് തരാം. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് പറയാം. നോക്കട്ടെ, ചോദ്യം നോക്കട്ടെ എങ്ങനെയാ പെട്ടെന്ന് അല്ല, ഓരോരുത്തരോട് ചെയ്യാം. ഇവിടെ തുടങ്ങാം. ഒരു ദിവസം ഇതേപോലെ ഒരു എനിക്ക് സമയമില്ല. ഒരു ദിവസം ഒരു പ്രേതം ഇന്റർവ്യൂ ചെയ്യാൻ വരുവാന്ന് വിചാരിക്കേ. അല്ല, ആ പ്രേതത്തിനോട് എന്തായിരിക്കും സാഗർ ചോദിക്കാൻ പോകുന്നത്? ഭയങ്കര കിട്ടണില്ലേ എനിക്ക്? എങ്ങനെ മരിച്ചെന്ന്, ആ കുട്ടി ഇങ്ങനെ മരിച്ചു, എന്താ പറ്റിയെന്ന് ചോദിക്കും. ഞാൻ എന്താ പറ്റി കുട്ടി ആഗ്രഹം. ഓക്കെ, മഞ്ഞുമൽ ബോയ്സിലെ ഗുഹയാണോ അല്ലെങ്കിൽ പ്രകമ്പനത്തിലെ ഹോസ്റ്റലാണോ കൂടുതൽ പേടിപ്പിക്കുന്നത്? മഞ്ഞുമൽ മഞ്ഞുമൽ ഞാൻ ഒറിജിനൽ പോയിട്ടുള്ള സ്ഥലമാണ് ഗുഹ. നമ്മൾ ഷൂട്ട് ചെയ്തല്ല, ഒറിജിനൽ ആ നടന്ന സ്ഥലത്ത് പോയിട്ടില്ലാണ്.
അത് ആക്ച്വലി 10-16 ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അത് റിയാലിറ്റിയാണ്. അപ്പൊ അത് ഓഫ് കോഴ്സ് അതായിരിക്കുമല്ലോ നമുക്ക് പേടിപ്പെടുത്തുന്നത്. ശരിക്കും അവിടെ പോയപ്പോഴേ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് വൈബ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങനെയല്ല, നമുക്കത് പറഞ്ഞപ്പോൾ നമ്മളവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കയ്യിലൊരു നാരങ്ങ തരും. നാരങ്ങ പോക്കറ്റിടാൻ പറയാം. അപ്പൊ അതെന്താന്ന് വെച്ചാൽ പിന്നെ അയാളുടെ ഒരു അയൺ റോഡ് ഉണ്ടാവും. അയൺ റോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജീനെ ഇത് ചെയ്യാൻ ഒരു ടൂളാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ പിന്നെ ആ സ്ഥലത്തൊരു ഭീകരതയുണ്ട്. ആ സ്ഥലം കാണുമ്പം തന്നെ നമുക്ക് പിന്നെ ഇതേപോലെ റെക്കോർഡിക്കലി 10-16 പേര് പോയിട്ട് കിട്ടാത്തൊരു സ്ഥലമാണെന്നൊക്കെ പറയുമ്പോൾ നാരങ്ങ അവരുടെ ഒരു വിശ്വാസം പോലെയാണ്. നെഗറ്റീവ് എനർജിനെ ഡ്രൈവ് അവേ ചെയ്യാനുള്ള ഒരു ഇതായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം പേടി ഉണ്ടാവില്ലല്ലോ നമുക്ക്. ഇതൊരു ഫിക്ഷൻ അല്ലേ ഹോസ്റ്റൽ. നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോഴൊന്നും നാരങ്ങ വെക്കില്ലേ, പുതിയ വണ്ടിയൊക്കെ എടുക്കുമ്പോ? ഞാൻ ഛർദിക്കാൻ അങ്ങനെ ഉപയോഗിക്കേണ്ട പുള്ളി അതില്. പക്ഷെ ഈ നാരങ്ങ അതിലല്ല. ഓ, ഉള്ളിലേക്ക് പോകുമ്പോ ആ ഒരു ഫീൽ വരാതിരിക്കാൻ. ഓക്കെ, അതൊരു കറക്റ്റ്. ഇത് നമ്മൾ ഉള്ളിലേക്ക് പോയില്ലല്ലോ, നമ്മൾ വെറുതെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോ തന്നെ തന്നു. ഷൂട്ടിംഗ് സമയത്ത് ഏറ്റവും പ്രകമ്പനം കൊള്ളിപ്പിച്ച ഒരു സീൻ? ക്ലൈമാക്സ് തന്നെ. എല്ലാരും അത്യാവശ്യം സാഗർ വെച്ച് ബാക്കി എല്ലാരും പണിയെടുത്തിട്ടുണ്ട് ആ സീൻ. എന്താ അത് പടങ്ങണം. അല്ല, ഞാനതിൽ ഒരു പകുതിക്ക് വെച്ചിട്ട് മരണപ്പെടും. ആണോ? അവിടുന്നാണ് കഥയിൽ ശരി. ഒരു പ്രേതത്തിനെ പ്രേമിക്കാൻ അവസരം കിട്ടിയാൽ പ്രേതാണാവാലോ. പ്രേമിക്കാൻ അവസരം കിട്ടിയ ആരെങ്കിലും കൊന്നിട്ടൊക്കെ പറയണേ. നീ ഇമാജിൻ ചെയ്യാം എന്തെങ്കിലും പറഞ്ഞ് വിടനി. ഈ അമ്മേന്റെ കൂടെ ഇത്ര ദിവസം ഷൂട്ടിങ്ങിൽ ഉണ്ടായിട്ട് ഇങ്ങനത്തെ ഡയലോഗ്സ് ഒന്നും പഠിച്ചില്ല? ഇവന്റെ കൂടെ നടന്നിട്ടോ? ഇല്ല. അതെന്താ? അത് മസ്താനിയുടെ ഗുണങ്ങളൊക്കെ തന്നെ. അപ്പൊ എല്ലാം നല്ല ഗുണങ്ങളാ. അല്ലേ? അപ്പൊ ഓക്കെ അല്ലേ? വെരി ക്ലിയർ. എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അല്ല, സപ്പോസ് ഒരു അല്ല, സണ്ണിവിന്റെ ഒരു പടം ഉണ്ടല്ലോ, അനുഗ്രഹീതനാണ്. ആന്റണിയില് സണ്ണിവി. അങ്ങനത്തെ ബോയ് ഫ്രണ്ട് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്. ഇല്ല, ഷൂട്ടിംഗ് സമയത്തെ പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട്സ് ഒക്കെ കേൾക്കുമ്പോ ഏറ്റവും പെട്ടെന്ന് പേടിക്കുന്ന ആരായിരുന്നു സെറ്റിൽ? ഞാൻ അത്യാവശ്യം ധൈര്യമുള്ള ആളായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ പേടിക്കുന്നത് ഓർത്തു വെക്കാൻ പറ്റുമോ? എന്നാലും പെട്ടെന്ന് ഇപ്പം രാത്രിക്ക് ഷൂട്ട് ചെയ്യുമ്പോ എന്തെങ്കിലും ഹോസ്റ്റലിൽ മൂത്രമൊഴിക്കാൻ ഒരു ബാത്റൂം ഉള്ളത് അങ്ങറ്റത്താ. അങ്ങോട്ട് പോകുമ്പോ ഇടയ്ക്ക് അപ്പൊ ഏറ്റവും കൂടുതൽ പേടിക്കാണോ മതിക്കാം? കൂട്ടത്തില് പേടി? കൂട്ടത്തിൽ നമ്മൾ ആരെയും പിന്തുണ പിടിക്കുന്നത് സ്കൂളൊന്നുമല്ലോ. ഇവിടെ ചെയ്യാം. ഇവിടെ അല്ലേ ചോദിച്ചത്? അല്ല, ഇവിടെ ചോദിച്ചത്. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു പ്രേതം എങ്ങനെയായിരിക്കും? ഒരു സുന്ദരിയായിരിക്കണം. 2-3 ക്യാരക്ടറിസ്റ്റിക്സ്. മസ്താനിയെ പോലെ ഇരിക്കണം. അത്ര മോശമാണോ? പറ, ഒരെണ്ണം കൂടി. ഇനിയും വേണം നിനക്ക്? 3 എണ്ണം. സുന്ദരിയായിരിക്കണം, സുമുഖയായിരിക്കണം, സുശീലയായിരിക്കണം, സുഭദ്രയായിരിക്കണം. സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു കള്ളം? രാവിലെ എണീക്കാൻ പറ്റുന്നു. അല്ലെ, പ്രൊമോഷന് വേണ്ടിട്ടോ? ആകെ ഇതിനു മുമ്പ് ഒരു പ്രൊമോഷൻ ഒരുപാട് റിലീസ് ആയിരുന്നു. അത് ഞാൻ ഓർക്കുന്നു. ഞാനും ഓർക്കുന്നു. ഇവരെ ഏറെപ്പോയ ഇന്റർവ്യൂസിലൊക്കെ നിങ്ങള് ഭാഗവാക്കാണല്ലേ? അഹങ്കാരി, മൂത്തവരെ ബഹുമാനം. പിന്നെ നമ്മള് സെലിബ്രേഷൻ ഇന്റർവ്യൂ എടുത്തിട്ട് മിണ്ടുന്നില്ലായിരുന്നു. എന്തിനാ വെറുതെ? ഇവർക്കറിയില്ലല്ലോ നമ്മളെ ബാക്കിലുള്ള പരിപാടികൾ. ഇപ്പം ഞാൻ ഇവരുടെ അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഇരട്ടി പോവും. ഓക്കെ, അതുകൊണ്ട് നടക്കൂല. ചോദ്യം എന്നായിരുന്നു? അതുകൊണ്ട് ചോദ്യം എന്നായിരുന്നു? പ്രമോഷന് വേണ്ടി പറഞ്ഞ ഏറ്റവും വലിയ കള്ളം?
ഏറ്റവും വലിയ കള്ളം തന്നെ. ഇവനെ കള്ളത്തിന് അങ്ങനെ കള്ളം പറയാറില്ല. come on. തുറന്ന പുസ്തകമാണ്. അതെ, ഞാൻ കള്ളം പറയാറില്ല. ഓക്കെ, എന്നാലും ഇല്ലടാ ഞാൻ എന്താ പറയുന്നത്. പറയാത്തതാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. പാസ് പറയും വിട്ട് ഞാനും കള്ളത്തിന് പറയാറില്ല. നിങ്ങള് സാഗർ കുറെ ഫിലിം പ്രൊമോഷൻസിനൊക്കെ ഇരിക്കാറില്ലല്ലേ? പറ. എല്ലാം നന്നാവും ഇത്. ഇല്ല എങ്ങനെ കള്ളങ്ങൾ ഇല്ല, അതിന് പെട്ടെന്ന്. ഓക്കെ, ഇപ്പൊ സിനിമയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളല്ലാണ്ട് വേറെ കുറെ ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം ബാക്കിയുള്ള ആൾക്കാര് അവരുടെ പരിപാടീസ് അല്ല ഇപ്പൊ ഇതിലിപ്പോ ഞങ്ങള് കൂടാതെ ഇപ്പോ അസീസൊക്കെ ഉണ്ട്, പിന്നെ കലാപനവാസൊക്കെ നമ്മുടെ പടത്തിലാണ് ലാസ്റ്റ് അഭിനയിച്ചത്. ഒരുപാട് കുഞ്ഞികൃഷ്ണ മാഷുണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതില്. ശ്രീനി ചേട്ടനുണ്ട്, പറയണ കുഞ്ഞികൃഷ്ണ മാഷ് അത് ഞാൻ പറഞ്ഞു. ഞാനവിടെയായിരുന്നു. പിന്നെ മല്ലിക ചേച്ചി ഉണ്ട് ഇതില്. അപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് നിങ്ങളത് കറക്റ്റ് കാണുമ്പോഴായിരിക്കും അതിന് കുറച്ച് രസം പറയുന്നത്, സുഖം ഉണ്ടാവില്ല. ഇപ്പൊ വളയ്ക്ക് ശേഷം വരുന്ന നെക്സ്റ്റ് റിലീസ് അല്ലേ, അപ്പം എന്തായിരുന്നു ഈ ഒരു ക്യാരക്ടർ ആ ഒരു സ്പെഷ്യാലിറ്റി തോന്നിയത്? ഇവരൊക്കെ ആയിരുന്നു വാളയിൽ ആക്ച്വലി ഒരു വൈഫിന്റെ ക്യാരക്ടറിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ കുറച്ച് പ്രായം കുറഞ്ഞ് കോളേജിൽ എന്റെ ഒരു ഏജ് കാറ്റഗറിയിലേക്ക് വന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. പിന്നെ സ്പെഷ്യലി ഇതിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവര് മൂന്നുപേരാണ്. ഈ മൂന്നാം പിള്ളേരുടെ കൂടെ ഒരു സാന്നിധ്യമായി നിൽക്കാൻ പറ്റുന്ന വലിയൊരു. ഓക്കെ, എന്തെങ്കിലും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഫൺ മൊമെന്റ്സ് ഉണ്ടോ? ഇത്രയും ഫൺ ചില്ലായിട്ടുള്ള ആൾക്കാരാണ്. വെറൈറ്റി എല്ലാതും ഫൺ മൊമെന്റ് തന്നെയായിരുന്നു. നമ്മള് സെറ്റ് ത്രൂ ഔട്ട് മൊത്തം ഫണ്ണായിരുന്നു. എന്നാലും പെട്ടെന്ന് അമീൻ പറഞ്ഞു ഓർത്തിട്ട് നിങ്ങൾ ചിരിച്ചു മറിഞ്ഞ എന്തെങ്കിലും തമാശകൾ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ചിരിച്ചു മറിഞ്ഞിട്ടില്ല. എന്നാലും ഇത്രയും ഫണ്ണായിട്ട് കുറെ ദിവസങ്ങൾ ഞങ്ങള് പറഞ്ഞത് ഫണ്ണാവില്ല, അപ്പൊ അത് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ അതിങ്ങനെ പറയാനുള്ള കോമഡി ആയിട്ടൊന്നുമില്ല. സിറ്റുവേഷണൽ കോമഡീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഇവള് ക്യാരണ്ടില്ലാത്തപ്പോ ഇവളെ പറ്റിയുള്ള കുറ്റങ്ങൾ കൂടുതൽ. ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പറയുന്നപ്പോ അമീനായിരുന്നു. ആണെന്ന് പറയാം. ഞാൻ അതിനെ എതിർക്കുന്നില്ല. സത്യം. അമീൻ പറഞ്ഞ എന്തെങ്കിലും ഗോസിപ്പ് പോയിട്ട് ഞെട്ടിപ്പോയ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നോ? ഞാനപ്പളി ഗോസിപ്പ് എന്താ? അല്ല, ഗോസിപ്പ് വലിയ അങ്ങനെ അത്ഭുതപ്പെടാനുള്ള ഇല്ല, അതൊക്കെ സത്യങ്ങളാ. അത് നെറ്റലിന്റെ ആവശ്യമില്ല, അത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പറഞ്ഞ ആരെ കുറിച്ചാ ഇതുവരെയുള്ള? കുടുംബകലഹം ഉണ്ടാക്കാൻ എന്നാലേ ഇപ്പം ധ്യാൻ ചേട്ടന്റെ കൂടെ അഭിനയിച്ചു, ഡിറ്റക്റ്റീവ് ജലൻ, ഇപ്പൊ പ്രകമ്പനം. എന്നാലും ഇതുവരെ പറഞ്ഞ ഏറ്റവും വലിയ ഗോസിപ്പ് ആരെ കുറിച്ചാ? അതിപ്പോ എങ്ങനെ പുറത്തു പറയാൻ പറ്റും? അപ്പൊ ഗോസിപ്പാവില്ലല്ലോ. പേര് പറഞ്ഞാൽ മതി. സംഭവം പറയണ്ട, പേര് പറഞ്ഞാൽ മതി. ഇല്ല, ഞാൻ അങ്ങനെ നമ്മള് ഇടയ്ക്ക് ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്ന പരിപാടികളല്ല. അത് ആരെ പറ്റി എന്താ പറയാ? ഇല്ലടാ, അപ്പൊ ആ മൊമെന്റിൽ കുറെ നല്ല നിമിഷങ്ങളുണ്ട്. നമ്മളത് പെട്ടെന്ന് ഓർത്തെടുത്ത് അത് പറയുമ്പോ അതൊരു നമുക്ക് കിട്ടുന്നില്ല. അത് സത്യത്തിൽ പക്ഷെ സാഗറാണ് ഏറ്റവും കൂടുതൽ സത്യം പറയുന്ന ഒരാള്. എന്താ നമ്മളെല്ലാം പറഞ്ഞോണ്ടിരുന്ന എല്ലാം genuine ആയിട്ട് പറയും. ഞങ്ങളൊക്കെ കള്ളം പറഞ്ഞോണ്ടിരുന്നു. അതെ, ഏറെക്കുറെ. ഇപ്പൊ പ്രകമ്പനം തിയേറ്ററിലേക്ക് വരുമ്പോ എന്തായിരിക്കണം ഞങ്ങൾ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യണം? ഇത് നഷ്ടമോ പോയി കണ്ടില്ലെങ്കിൽ? അങ്ങനെ കട്ടിയോടെ അല്ലല്ല, ഇത്രയും എല്ലാ ആൾക്കാർക്കും ബേസിക്കലി ടെൻഷൻ. നമുക്കൊരു എന്റർടൈൻമെന്റ് പരിപാടിയാണ് സിനിമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതില് സ്പെഷ്യലാണ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു സബ്ജക്ട്. നല്ല വൃത്തിയിൽ അത് വന്നിട്ടുണ്ട്. ഒരു വളരെ കറക്റ്റ് ഒരു ടൈമിൽ അത് ഫുൾ സ്പീഡായിട്ട് പോകുന്ന നല്ലൊരു കിടിലൻ സിനിമ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കത് ജനങ്ങൾക്ക് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് കാർത്തിക് സുബ്രാജിന്റെ പ്രൊഡക്ഷനിലുള്ള അവരൊക്കെ ഈ സിനിമ ഏറ്റെടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ട് നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം നിങ്ങളിലേക്ക് എത്തട്ടെ പറയുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും പ്രകമ്പനം തിയേറ്ററിൽ പ്രകമ്പനം കൊളികയുടെ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.